+1 Mathematics Improvement Exam Chapter Sets Part 2. ഫസ്റ്റ് പാർട്ടിൽ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഈ പാർട്ടിൽ ചെയ്യാൻ പോകുന്നത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും കഴിഞ്ഞ 8 വർഷങ്ങളിലായി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർച്ച് 2019 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ A equal to set of all x such that x is a prime number less than 11. B equal to set of all x such that x is an integer 2 less than or equal to x less than or equal to 8. Write C equal to A intersection B. Find the number of subsets of C which has 3 elements. Third question, what is the probability of getting a subset of 3 elements from the power set of C? ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ആദ്യം എയും ബിയും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം. പാർട്ട് 1ൽ നമ്മൾ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് സെറ്റ് 2, 3, 5, 7 എക്സെട്ര. ഇതിൽ നമുക്ക് വേണ്ട പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 11 ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ 2, 3, 5, 7. ബി എന്ന് പറയുന്നത് ഇൻഡിജേഴ്സ് ആണ്. 2നും 8നും ഇടയിലുള്ള ഇൻഡിജേഴ്സ് 2ഉം 8ഉം ഇൻക്ലൂഡ് ചെയ്യുന്നു. ഈക്വൽ വന്നതുകൊണ്ട് 2ഉം 8ഉം വരാം. 2 മുതൽ 8 വരെയുള്ള ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 2, 3, 4, 5, 6, 7, 8. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കാണേണ്ടത് സി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും പൊതുവായിട്ടുള്ള എലമെന്റ്സ്. ഇതിൽ രണ്ടിലും പൊതുവായി വരുന്ന എലമെന്റ് 2, 3, 4 ഇല്ല, 5, 7. അതാണ് സിയിലെ എലമെന്റ്സ്. സെറ്റ് 2, 3, 5, 7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് സി വിച്ച് ഹാസ് 3 എലമെന്റ്സ്. അതായത് സിയിൽ 4 എലമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2⁴ ആണ്. 2⁴m എന്ന് പഠിക്കുന്നുണ്ട്. സബ്സെറ്റ്സിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ. ഇതിൽ 4 എലമെന്റ് ആയതുകൊണ്ട് ഇതിന്റെ സബ്സെറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 2⁴ ആണ്. നമുക്ക് വേണ്ടത് 3 എലമെന്റ് വെച്ചുള്ള എത്ര സബ്സെറ്റ്സ് ആണ് സിക്ക് ഉണ്ടാവുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ പറയാം. സിയുടെ ഒരു സബ്സെറ്റ് 3 എലമെന്റ് ഉള്ള ഒരു സബ്സെറ്റ് ആണ് സെറ്റ് 2, 3, 5. വേറൊരു എക്സാമ്പിൾ സെറ്റ് 3, 5, 7, സെറ്റ് 2, 5, 7. അങ്ങനെയുള്ള എത്ര സബ്സെറ്റ്സ് ആണ് സിക്കുള്ളത്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് കാണാൻ നമുക്ക് ആകെയുള്ളത് 4 എലമെന്റ്സ് ആണ്. 2ഉം 3ഉം 5ഉം 7. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കേണ്ട സബ്സെറ്റ്സ് 3 എലമെന്റ് ഉള്ള സബ്സെറ്റ് ആണ്. അതായത് 4 എലമെന്റിൽ നിന്ന് 3 എലമെന്റ് എടുക്കണം എന്ന് പറയുമ്പോൾ 4C3 ഈക്വൽ ടു 4 ആണ്. അതാണ് സബ്സെറ്റ്സിന്റെ എണ്ണം, 3 എലമെന്റ്സ് ഉള്ള സബ്സെറ്റിന്റെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സബ്സെറ്റ് ഓഫ് 3 എലമെന്റ്സ് ഫ്രം ദി പവർ സെറ്റ് ഓഫ് സി. പവർ സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് സി ആണ്. നേരത്തെ പറഞ്ഞു സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2⁴ ആണ്. അതിൽ 3 എലമെന്റ് ഉള്ള സബ്സെറ്റിന്റെ എണ്ണം 4 ആണ്. അപ്പോൾ 3 എലമെന്റ് ഉള്ള ഒരു സബ്സെറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 4/2⁴. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സ്കൂൾ എ സർവേ എമംഗ് 400 സ്റ്റുഡൻസ് 100 were listed as taking apple juice, 150 as taking orange juice and 75 were listed as taking both apple juice as well as orange juice. How many students take apple juice or orange juice? How many take apple juice alone but not orange juice? How many students were taking neither apple juice nor orange juice? ഇതിൽ നമുക്ക് ആകെയുള്ളത് സർവേയിലുള്ള സ്റ്റുഡൻസ് 400 ആണ്. അപ്പൊ n of u എന്ന് പറഞ്ഞ 400 എന്ന് എഴുതാം. ഇനി 2 ടൈപ്പ് സ്റ്റുഡൻസ് ആണുള്ളത്, ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ് ആൻഡ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്. അതിന് നമുക്ക് എയും ബി എന്നും എടുക്കാം. എ എന്ന് പറയുന്നത് ആപ്പിൾ ജ്യൂസ് ടേക്കിംഗ് സ്റ്റുഡൻസ് ആണ്. ബി എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസ് ടേക്കിംഗ് സ്റ്റുഡൻസ് ആണ്. ഇനി അതിന്റെ എണ്ണം അതാണ് n of a, n of b എന്ന് എഴുതുന്നത്. n of a 100 ആണ്, n of b 150 ആണ്. ഇനി 75 were listed as taking both apple juice as well as orange juice.
രണ്ടും ഉപയോഗിക്കുന്നവരുടെ എണ്ണമാണ് 75. എ ആൻഡ് ബി ബോത്ത് ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ്. ആപ്പിൾ ജ്യൂസ് എന്നുള്ളത് എ, ഓറഞ്ച് ജ്യൂസ് എന്നുള്ളത് ബി. അപ്പോൾ ആപ്പിൾ ജ്യൂസ് ആൻഡ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ n of a intersection b 75 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് ടേക്ക് ആപ്പിൾ ജ്യൂസ് ഓർ ഓറഞ്ച് ജ്യൂസ്? ഇതിൽ ടേക്ക് ആപ്പിൾ ജ്യൂസ് എന്നുള്ളത് എ, ഓറഞ്ച് ജ്യൂസ് എന്നുള്ളത് ബി. അപ്പോൾ കാണേണ്ടത് എ ഓർ ബി ആണ്. അപ്പോൾ എ ഓർ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്താണ്? എ ഓർ ബി എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി. n of a or b equal to n of a union b equal to n of a plus n of b minus n of a intersection b equal to n of a എന്ന് പറയുന്നത് 100, n of b 150 minus 75 equal to 175. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേക്ക് ആപ്പിൾ ജ്യൂസ് എലോൺ ബട്ട് നോട്ട് ഓറഞ്ച് ജ്യൂസ്? ഇതിലും ടേക്ക് ആപ്പിൾ ജ്യൂസ് എന്നുള്ളത് എ, ബട്ട് നോട്ട് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുമ്പോൾ ബി. എ ബട്ട് നോട്ട് ബി എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ആപ്പിൾ ജ്യൂസ് ബട്ട് നോട്ട് ഓറഞ്ച് ജ്യൂസ് എന്നുള്ളത് എ ബട്ട് നോട്ട് ബി, അത് എ മൈനസ് ബി എന്നാണ് എഴുതുന്നത്. n of a minus b എന്ന് പറഞ്ഞാൽ n of a minus n of a intersection b ആണ്. that is 100 minus 75 equal to 25. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് were taking neither apple juice nor orange juice? അപ്പോൾ neither ആപ്പിൾ ജ്യൂസ് എന്നുള്ളത് എ, nor ഓറഞ്ച് ജ്യൂസ് എന്നുള്ളത് ബി. അപ്പോൾ neither a nor b, neither a nor b അതിലുള്ള എലമെന്റ്സിന്റെ എണ്ണം അതാണ് n of neither a nor b. neither a എന്ന് പറഞ്ഞാൽ a ഡാഷ് ആണ്, nor എന്നുള്ളത് ഇന്റർസെക്ഷൻ ബി, nor b എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ ബി ഡാഷ്, a ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. n of a ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് n of u മൈനസ് n of a യൂണിയൻ b ആണ്. ഇത് ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. n of a ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് n of u മൈനസ് n of a യൂണിയൻ b. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 400 മൈനസ് 175 ഈക്വൽ ടു 225. അടുത്തത് ഇംപ്രൂവ്മെന്റ് 2018 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5, b equal to set 4, 5, 6, 7, then write a union b, a intersection b. a union b നിങ്ങൾക്കറിയാം, രണ്ടിലെയും എലമെന്റ്സ് എഴുതണം. അപ്പോൾ a union b equal to set 2, 3, 4, 5, 6, 7. ഇനി a intersection b എന്ന് പറഞ്ഞാൽ പൊതുവായി വരുന്ന എലമെന്റ്സ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 4, 5 ആണ്. അപ്പോൾ a intersection b set 4, 5. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following is equal to set of all x such that x belongs to R, 2 less than x less than or equal to 4? 2നും 4നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് 4 വരും, 2 ഇല്ല. അങ്ങനെയുള്ള റിയൽ നമ്പേഴ്സ് ഇതിലേതാണെന്ന് പറയണം. ഇതല്ല, ഇത് ഇൻഡിജേഴ്സ് മാത്രമാണ്. 2 മുതൽ 4 വരെയുള്ള ഇൻഡിജേഴ്സ് ആണ് 2, 3, 4. ഇത് 2നും 4നും ഇടയിലുള്ള ഇൻഡിജേഴ്സ് ആണ് 3ഉം 4ഉം. ഇതെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവൽ 2, 4 എന്ന് പറഞ്ഞാൽ 2 മുതൽ 4 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും. പക്ഷെ 2 ഇല്ല ഇതിൽ. 2 മുതൽ 4 വരെ എന്നുള്ളതിൽ 2 ഇല്ല, 4 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതും അല്ല ആൻസർ. അടുത്ത് നോക്കുക, 2 മുതൽ 4 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഈ സൈഡിൽ ഓപ്പൺ ബ്രാക്കറ്റ് ആയാൽ അതിന്റെ അർത്ഥം ആ n പോയിന്റ് നമ്മുടെ സെറ്റിലില്ല. ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ ആ n പോയിന്റ് നമ്മുടെ സെറ്റിലുണ്ട്. അപ്പൊ 2ന്റെ സൈഡിൽ ഓപ്പൺ ആണ്, അതിന്റെ അർത്ഥം 2 ആ സെറ്റിലില്ല. 4ന്റെ സൈഡ് ക്ലോസ്ഡ് ആണ്, അതിന്റെ അർത്ഥം 4 എന്ന് പറയുന്ന എലമെന്റ് ആ സെറ്റിലുണ്ട്. therefore the answer is open closed interval 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, if u equal to set 1, 2, 3, 4, 5, 6, 7, 8, 9, a equal to set 2, 4, 6, 8, b equal to set 2, 3, 5, 7, verify that a union b whole dash equal to a dash intersection b dash. ഇത് ഡി മോർഗൻസ് ലോ ആണ്. ഒരുപാട് തവണ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടൈപ്പിലുള്ളത്. a യൂണിയൻ b ഹോൾ ഡാഷ് ഈക്വൽ ടു a ഡാഷ് ഇന്റർസെക്ഷൻ b ഡാഷ് ആണെന്ന് നമുക്ക് തെളിയിക്കണം. അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if a and b are two disjoint sets with n of a equal to 4, n of b equal to 2, then n of a minus b equal to dash.
അത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ആദ്യം എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്നുള്ളതിൽ ആദ്യം എന്ത് ചെയ്യുക, എ യൂണിയൻ ബി കാണുക. എയിലെ എല്ലാ എലമെന്റും ബിയിലെ എല്ലാ എലമെന്റും എഴുതണം. അപ്പോൾ 2 3 4 5 6 7 8 അതാണ് എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബി ഹോൾ ഡാഷ് ചെയ്യണം. അതിൻ്റെ അർത്ഥം യു മൈനസ് എ യൂണിയൻ ബി ചെയ്യുക. യു മൈനസ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ യുയിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് ഒഴിവാക്കുക. യുയിൽ നിന്ന് എ യൂണിയൻ ബി എലമെന്റ് എന്ന് പറയുമ്പോൾ 2 3 4 5 6 7 8 ഒഴിവാക്കുക. ബാക്കി 1 9 അതാണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് റൈറ്റ് സൈഡിലുള്ളത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കാണണം. എ ഡാഷ് നമുക്കറിയാം യു മൈനസ് എ ആണ്. യുയിൽ നിന്ന് എയിലെ എലമെന്റ് ആയ 2ഉം 4ഉം 6ഉം 8ഉം ഒഴിവാക്കുക. ബാക്കി അതായത് 1 3 5 7 9 അതാണ് എ ഡാഷ്. ഇനി ബി ഡാഷ് എന്ന് പറയുന്നത് യു മൈനസ് ബി ആണ്. യുയിൽ നിന്ന് ബിയിലെ എലമെന്റ്സ് ഒഴിവാക്കുക. അതായത് 2 3 5 7 ഒഴിവാക്കിയാൽ ബാക്കി 1 4 6 8 9 ഇതാണ് ബി ഡാഷ്. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഡാഷിനും ബി ഡാഷിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിൽ വരുന്നത്. അപ്പോൾ സെറ്റ് 1 9. അപ്പോൾ എ യൂണിയൻ ബി ഹോൾ ഡാഷും എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിലും സെറ്റ് 1 9 ആണ് എലമെന്റ്സ്. രണ്ടും ഈക്വൽ ആണ്. ഹെൻസ് ദി വെരിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എയും ബിയും ഡിസ്ജോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എം ടി സെറ്റ് ആണ്, എലമെന്റ്സ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി എൻ ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എൻ ഓഫ് എ 4 ആണ്. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആണ്. 4 മൈനസ് 0 ഈക്വൽ ടു 4. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2018 ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഈക്വൽ ടു സെറ്റ് എ ബി സി ദെൻ റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് പി ഓഫ് എ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെന്റ്സ് ഓഫ് എ സെറ്റ് പി ഈസ് 10 then find the total number of elements in the set P. Third question, find the number of elements of the power set of set P. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. എയിലെ എലമെന്റ്സിന്റെ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് ആണെന്ത്? സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ ആണെന്ത്? പവർ സെറ്റ്. ഇപ്പൊ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ എല്ലാ സബ്സെറ്റ്സും എഴുതുക ഒരു ബ്രാക്കറ്റിനകത്ത്. അപ്പൊ എയുടെ ഫസ്റ്റ് സബ്സെറ്റ് നമ്മൾക്ക് നൾ സെറ്റ് എഴുതാം 5. പിന്നെ എ തന്നെ അതേ സെറ്റ്. പിന്നെയുള്ളത് ഓരോ എലമെന്റ് ആയിട്ട് എടുക്കുക. അടുത്ത 2 എലമെന്റ് ആയിട്ട് എടുക്കുക. ഓരോ എലമെന്റ് എടുക്കുമ്പോൾ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, സെറ്റ് എ ബി, സെറ്റ് ബി സി, സെറ്റ് എ സി. ഇത്രയാണ് പി ഓഫ് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. എല്ലാ സബ്സെറ്റ്സും എഴുതി ബ്രാക്കറ്റിനകത്ത്. അതാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെന്റ്സ് ഓഫ് എ സെറ്റ്. ഇത് എയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഏതോ ഒരു സെറ്റ് പി ആണ്, അതിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം 2 എലമെന്റ് ഉള്ള സബ്സെറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. പി എന്ന് പറയുന്ന ഒരു സെറ്റിന്റെ 2 എലമെന്റ് ഉള്ള സബ്സെറ്റിന്റെ എണ്ണം 10 ആണ്. അങ്ങനെയാണെങ്കിൽ പിയില് എത്ര എലമെന്റ് ഉണ്ടായിരിക്കും? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് പിയിൽ n എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2 എലമെന്റ് ഉള്ള സബ്സെറ്റ് തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് നമ്മൾ. 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിൽ 3 എലമെന്റ് ഉള്ള സബ്സെറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 4c3 ആയിരുന്നു. അതേപോലെ ഇതിൽ n എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ 2 എലമെന്റ് ഉള്ള സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് nc2 ആണ്. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 ആണ്. nc2 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, n ഇൻറ്റു n മൈനസ് 1/2. അല്ലെങ്കിൽ ഇത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. nc2 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 20. ദാറ്റ് ഈസ്
n square minus n equal to 20. അപ്പോൾ n square minus n minus 20 equal to 0. നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. മൈനസ് n ആണുള്ളത്. ഇപ്പോൾ -1 സം രണ്ട് നമ്പേഴ്സിന്റെ സം -1 ആണ്. പ്രോഡക്റ്റ് -20 ആണ്. അപ്പോൾ നമ്പേഴ്സ് n minus 5 into n plus 4 ആണ് കേട്ടോ. ഇത് n plus 4, n minus 5 into n plus 4 equal to 0. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, minus b plus or minus root of b square minus 4ac divided by 2a ഉപയോഗിച്ച് ചെയ്താലും മതി. ഇതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് n minus 5 into n plus 4 ആണ്. മാറ്റി എഴുതുക. n minus 5 into n plus 4 equal to 0. അതിന് രണ്ടെണ്ണത്തിന്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. n minus 5 0 ആവാം, അല്ലെങ്കിൽ n plus 4 equal to 0. ഇതിൽ നിന്ന് എന്ത് കിട്ടും, n equal to 5 അല്ലെങ്കിൽ n equal to -4. n എന്ന് പറയുന്ന നമ്പർ ആണ്, നമ്പർ പോസിറ്റീവ് ആയിരിക്കും. therefore n equal to -4 is not possible. therefore n equal to 5. അതായത് p എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് വന്നു, 5 എലമെന്റ്സ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദി പവർ സെറ്റ് ഓഫ് സെറ്റ് പി. പി എന്ന് പറയുന്ന സെറ്റിൽ 5 എലമെന്റ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. പവർ സെറ്റില് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പിയുടെ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് ആണ്. പിയിൽ 5 എലമെന്റ് ആണെങ്കിൽ അതിന്റെ സബ്സെറ്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2n 2/5 ആണ്. അത് തന്നെയാണ് പവർ സെറ്റിലുള്ള എലമെന്റ്സിന്റെ എണ്ണവും. 2/5 equal to 32. അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ എ വെൻ ഡയഗ്രാം ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13. Write the sets A, B in roster form. Verify that A union B whole dash equal to A dash intersection B dash. Find n of A intersection B whole dash. ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രാം നോക്കി തന്നെ ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വെൻ ഡയഗ്രാം ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എയും ബിയും എഴുതണം. അപ്പോൾ ഒന്നുകിൽ വെൻ ഡയഗ്രാം നോക്കി നിങ്ങൾക്ക് എഴുതാം. ഈ ഫസ്റ്റ് സർക്കിൾ അതാണ് എ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്, 3 4 6 10. അതാണ് എയിലെ എലമെന്റ്സ്. അടുത്ത ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ സർക്കിൾ ആണ്. ആ സർക്കിളിനകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്, 2 3 4 5 11. അതാണ് ബി. ഇനി എ യൂണിയൻ ബി ഹോൾ ഡാഷ് കാണണം നമുക്ക്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളും ചേർന്നതാണ്. അപ്പൊ എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സർക്കിളിനും പുറത്തായി വരുന്ന എലമെന്റ്സ് ആണ് എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അങ്ങനെ ചിന്തിച്ചാൽ എലമെന്റ്സ് ഏതൊക്കെ വരും, 1 7 8 9 12 13 കിട്ടും. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എയും ബിയും കിട്ടി, എ യൂണിയൻ ബി കാണുക. എ യൂണിയൻ ബി നമുക്ക് 2 3 4 5 6 10 11 കിട്ടും. എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ യുവിൽ നിന്ന് എ യൂണിയൻ ബിയിലെ എലമെന്റ്സ് ഒഴിവാക്കുക. ബാക്കി 1 7 8 9 12 13. അങ്ങനെയും ചെയ്യാം. അടുത്ത പാർട്ട് എ ഡാഷ് കാണണം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ വെൻ ഡയഗ്രാം ഉപയോഗിച്ച്, എ എന്ന് പറഞ്ഞ ഈ സർക്കിളാണ്, അതിന് പുറത്തുള്ളതാണ് എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇത് വരാം. 2 5 11 1 8 13 12 9 7. ഈ സർക്കിളിന് ഔട്ട് സൈഡ് വരുന്ന എല്ലാ നമ്പേഴ്സും അതാണ് എ ഡാഷിൽ വരുന്നത്. ഇനി ബി ഡാഷ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സർക്കിളിന് ഔട്ട് സൈഡ് വരുന്ന എല്ലാ നമ്പേഴ്സും 1 8 13 7 6 10 9 12. രണ്ടിനും പൊതുവായിട്ടുള്ള എലമെന്റ്സ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് ഇത് നോക്കിയാൽ നമുക്ക് പറയാം 1 രണ്ടിലും വരുന്നുണ്ട്, 7 8 9 11 ഇല്ല, 12 13. അപ്പൊ അത് തന്നെയാണ് നമുക്ക് എ യൂണിയൻ ബി ഹോൾ ഡാഷും കിട്ടിയത്. therefore they are equal. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി നിങ്ങൾക്കറിയാം ഈ റീജിയൻ ആണ്, 3 4 വരുന്ന പാർട്ടാണ്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാലോ എ ഇന്റർസെക്ഷൻ ബി ഒഴിവാക്കിയുള്ള ബാക്കി ഭാഗം, അതായത് 3 4 കഴിച്ച് ബാക്കി വരുന്ന ഇതാണെന്ത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ്. അതിൽ എത്ര എലമെന്റ്സ് വന്നു, അപ്പൊ 3 4 ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ എണ്ണം അത് എത്രയാണ്, 1 2 3 4 5 6 7 8 9 10 11 എലമെന്റ്സ് ആണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷിൽ വരുന്നത്. 3 4 ആണ് എ ഇന്റർസെക്ഷൻ ബി,
അത് ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്നുള്ളതുകൊണ്ട് എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് അല്ല, അതിൽ എലമെന്റ്സിന്റെ എണ്ണം മാത്രമാണ് വേണ്ടത്. അപ്പോൾ 3, 4 ഒഴിവാക്കി ബാക്കിയുള്ള എലമെന്റ്സ് എണ്ണി നോക്കിയാൽ നമുക്ക് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കിട്ടും. അടുത്തത് ഇംപ്രൂവ്മെന്റ് 2017 ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു n 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു സെറ്റ് 2, 3, 6, 9, സി ഈക്വൽ ടു 1, 4, 5, 8, 9, 10. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ. എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം. അപ്പൊ നമുക്ക് ആദ്യം എ എഴുതാം. എയിൽ വരുന്ന എലമെന്റ്സ് 1, 2, 3, 4, 5 ആണ്. അപ്പൊ എലമെന്റ്സിന്റെ എണ്ണം 5 ആണ്. അപ്പൊ n ഓഫ് എ ഈക്വൽ ടു 5 എന്ന് എഴുതണം. ഇതില് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. n ഓഫ് എ ഈക്വൽ ടു 5, 5 എണ്ണമാണ് ഉള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെരിഫൈ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. അപ്പൊ നമുക്ക് ബി യൂണിയൻ സി കാണാം. ആദ്യം ബി യൂണിയൻ സി എന്ന് പറയുന്നത് ബിയിലെയും സിയിലെയും എല്ലാ എലമെന്റും. അപ്പൊ 1, 2, 3, 4, 5, 6, 8, 9, 10 ഇതാണ് ബി യൂണിയൻ സി. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിനകത്തുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്തത്. ബി യൂണിയൻ സി, എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലും ബി യൂണിയൻ സിയിലും പൊതുവായിട്ടുള്ള എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 അതാണ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി. അടുത്ത നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കാണണം. ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. എ ഇന്റർസെക്ഷൻ ബിയും എ ഇന്റർസെക്ഷൻ സിയും കാണണം. അതിന്റെ രണ്ടിന്റെയും യൂണിയൻ കാണണം. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി, എയിലും ബിയിലും പൊതുവായിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? 2, 3. അടുത്തത് എ ഇന്റർസെക്ഷൻ സി, എയിലും സിയിലും 1, 4, 5 അതാണ് എ ഇന്റർസെക്ഷൻ സി. ഇനി രണ്ടിന്റെയും യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 അത് തന്നെയാണ് നമുക്ക് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കിട്ടിയത്. രണ്ടും ഈക്വൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു സെറ്റ്സ് such that n of x equal to 17, n of y equal to 23 and n of x union y equal to 38, find n of x intersection y. ഈ 4 സെറ്റ്സും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. എയും ബിയും ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് പകരം എക്സും വൈയും വന്നേ ഉള്ളൂ. n of a union b ഉള്ളതിന് പകരം n of x union y equal to n of x plus n of y minus n of x intersection y. That is, substitute ചെയ്യാൻ നമുക്ക് n of x union y 38, n of x ന് പകരം 17, n of y 23 minus n of x intersection y. അപ്പോൾ അതുപോലെ എഴുതുക. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ 38 ഈക്വൽ ടു 40 മൈനസ് n of x intersection y ആണ്. അപ്പോൾ 40യിൽ നിന്ന് എത്ര കുറച്ചാലാണ് 38 കിട്ടുന്നത്? 2 ആണ്. അപ്പോൾ n of x intersection y എന്തായിരിക്കണം? 2 ആയിരിക്കണം. അടുത്ത മാർച്ച് 2017 ക്വസ്റ്റ്യൻ ആണ്. If U is the universal set and A is any set, then U intersection A equal to dash. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് റെക്റ്റാങ്കിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ എ എന്ന് പറയുന്ന ഒരു സെറ്റാണ്, അത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്. അതൊരു സർക്കിൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തു. യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ യു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ്. അപ്പൊ യുനും എനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാണ്? ഈ റെഡ് കളറിലുള്ളതാണ്. യു എന്ന് പറയുന്ന സെറ്റിനും എക്കും കോമൺ ആയിട്ടുള്ള റീജിയൻ, അതായത് യു ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് തന്നെയാണ് എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സെറ്റ് യു ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ഇ എഫ് ജി, എ ഈക്വൽ ടു സെറ്റ് ബി സി ഡി ഇ, ബി ഈക്വൽ ടു എ സി ജി. ഫൈൻഡ് എ ഡാഷ് ബി ഡാഷ്, വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പോൾ അതിൽ എ യൂണിയൻ ബി നമുക്ക് ചെയ്യണം ആദ്യം. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ബി സി ഡി ഇ എ സി ജി, എ ബി സി ഡി ഇ ജി എന്ന് എഴുതിയേ ഉള്ളൂ. എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ യുയിൽ നിന്ന് എ യൂണിയൻ ബി ഒഴിവാക്കണം. അപ്പോൾ എ ഒഴിവാക്കണം, ബി സി ഡി ഇ ജി ഒഴിവാക്കണം, ബാക്കി വരുന്നത് എഫ് മാത്രമാണ്. ഇനി എ ഡാഷ് എന്ന് പറയുന്നത് യുയിൽ നിന്ന് എ ഒഴിവാക്കുക, ബി ഒഴിവാക്കണം, സി ഡി ഇ, ബാക്കി വരുന്നത് എ എഫ് ജി.
ഇനി ബി ഡാഷ് എന്ന് പറയുന്നത് ബി ഒഴിവാക്കുക, എയും സിയും ജിയും ഒഴിവാക്കണം, ബാക്കി ബി ഡി ഇ എഫ്. ഇനി എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറയുന്നത് രണ്ടിലും പൊതുവായി വരുന്ന എലമെന്റ് സെറ്റ് എഫ് ആണ്. therefore they are equal. ഇതും എഫ് എന്ന് കിട്ടി നമുക്ക്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു സെറ്റ് എഫ്. അടുത്ത ക്വസ്റ്റ്യൻ. In a group of 400 people, 250 can speak Hindi, 200 can speak Malayalam. How many people can speak both Hindi and Malayalam? How many people can speak both Hindi and Malayalam? ഇതിൽ നമുക്ക് കോംപ്ലിമെന്റ് ഒന്നും കാണേണ്ടി വരുന്നില്ല. അതിന്റെ അർത്ഥം നമുക്ക് ഈ 400 എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കണമെന്നില്ല. എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമാണ് 400. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാം, ചില കേസിൽ ഈ നമ്പറിനെയാണ് നമ്മൾ എൻ ഓഫ് യു ആയിട്ട് എടുക്കുന്നത്, ചില കേസിൽ എ യൂണിയൻ ബി ആയിട്ടാണ് ഈ നമ്പറിനെ എടുക്കുന്നത്. ഇത് ഇങ്ങനെ നോക്കിയാൽ മതി. നിങ്ങൾ കോംപ്ലിമെന്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുണ്ടെങ്കിൽ ഇത് യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ് ആയിരിക്കും, അല്ല എങ്കിൽ അത് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണമായിട്ടാണ് 400 തന്നിട്ടുള്ളത്. രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് എ പീപ്പിൾ സ്പീക്സ് ഹിന്ദി, ബി പീപ്പിൾ സ്പീക്ക് മലയാളം. അപ്പൊ എൻ ഓഫ് എ എന്ന് പറയുന്നത് 250, എൻ ഓഫ് ബി എന്ന് പറയുന്നത് 200 ആണ്. ഇനി ടോട്ടൽ 400 ആണ്. അപ്പൊ എൻ ഓഫ് എ യൂണിയൻ ബി 400 ആണ്. നമുക്കറിയാം എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. That is 400 equal to 250 plus 200 plus minus n of a intersection b. That is 400 equal to 450 minus n of a intersection b. അപ്പോൾ എന്തായിരിക്കണം n of a intersection b? 50. അടുത്ത ഇംപ്രൂവ്മെന്റ് 2016. If u equal to set 1, 2, 3, 4, 5, 6, 7, 8, a equal to set 2, 4, 6, 8, b equal to set 2, 4, 8, then write a dash and b dash. For the above sets a and b, prove that a union b whole dash equal to a dash intersection b dash. Check whether a intersection b whole dash equal to a dash union b dash. ഇത് രണ്ടുമാണ് ഡി മോർഗൻസ് ലോ. അത് വെരിഫൈ ചെയ്യണം. യുവും എയും ബിയും തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ഡാഷ് കാണാൻ. യുവിൽ നിന്ന് എ ഒഴിവാക്കുക, ബാക്കി വരുന്നത് 1, 3, 5, 7 ആണ്. ബി ഡാഷ് ഈസ് യുവിൽ നിന്ന് ബിയിൽ എലമെന്റ് ഒഴിവാക്കുക, ബാക്കി 1, 3, 5, 6, 7. ഇനി എ യൂണിയൻ ബി ഹോൾ ഡാഷ് കാണണം. അതിനാദ്യം ബ്രാക്കറ്റിനകത്ത് എ യൂണിയൻ ബി കാണുക. എ യൂണിയൻ ബി എന്ന് പറയുന്നത് 2, 4, 6, 8 ആണ്. therefore a union b whole dash എന്ന് പറയുന്നത് 2, 4, 6, 8 ഏതിൽ നിന്ന് ഒഴിവാക്കുക? യുവിൽ നിന്ന്. ബാക്കി 1, 3, 5, 7. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ത് വരും? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 1, 3, 5, 7 ആണ്. therefore they are equal. അടുത്തത് എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2, 4, 8 ആണ്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് കാണണം. അതായത് എ ഇന്റർസെക്ഷൻ ബി ഏതിൽ നിന്ന് ഒഴിവാക്കുക? യുവിൽ നിന്ന്. ബാക്കി വരുന്നത് 1, 3, 5, 6, 7 ആണ്. ഇനി എ ഡാഷ് യൂണിയൻ ബി ഡാഷ് കാണണം. എ ഡാഷും ബി ഡാഷും നമ്മൾ നേരത്തെ കണ്ടു. രണ്ടിന്റെയും യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ടിലെ എല്ലാ എലമെന്റ്സും എഴുതുക. 1, 3, 5, 6, 7 രണ്ടും ഈക്വൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2016 ക്വസ്റ്റ്യൻ ആണ്. If A is a subset of the set B, then A intersection B equal to. Represent the above set A intersection B by Venn diagram. നമുക്ക് വെൻ ഡയഗ്രാം വരച്ചാൽ തന്നെ ഇത് രണ്ടും ആൻസർ കിട്ടും. വെൻ ഡയഗ്രത്തിന് ആദ്യം യൂണിവേഴ്സൽ സെറ്റ് റെക്ടാംഗിൾ വരച്ചു, യു. ഒരു സെറ്റ് ബി വരച്ചു. അതിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറഞ്ഞാൽ എയിലെ എല്ലാ എലമെന്റും ബിയിലുണ്ട്. അതിന്റെ അർത്ഥം എ എന്ന് പറഞ്ഞ സർക്കിൾ ഏതിനകത്തായിരിക്കും? ബിയുടെ അകത്താണ്. ഇനി എ ഇന്റർസെക്ഷൻ ബി കാണുമ്പോൾ എന്ത് വരും? എക്കും ബിക്കും പൊതുവായിട്ടുള്ള റീജിയൻ ഏതാണ്? എ എന്ന് പറയുന്നതാണ്. therefore A intersection B equal to A. അതാണ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും ചെയ്യാനുള്ളത്. ഈ റെഡ് കളറാണ് A intersection B.
അടുത്ത ക്വസ്റ്റ്യൻ. In a school, there are 20 teachers who teach mathematics or physics. Of these, 12 teachers teach mathematics, 12 teach physics. How many teach both subjects? Direct question ആണ്. 20 teach, രണ്ട് ടൈപ്പ് ടീച്ചേഴ്സ് ആണുള്ളത്, മാത്സ് ടീച്ചേഴ്സും ഫിസിക്സ് ടീച്ചേഴ്സും. അത് എം എന്നും പി എന്നും എടുക്കുക. ഇനി മൊത്തത്തിൽ മാത്സ് ഓർ ഫിസിക്സ് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മാത്സ് എന്നുള്ളത് എം, ഓർ ഫിസിക്സ് എന്നുള്ളത് പി. എം ഓർ പി എന്ന് പറഞ്ഞാൽ എം യൂണിയൻ പി. അതിലുള്ള എലമെന്റ്സ് ആണ് എന്ത് 20. അപ്പോൾ എൻ ഓഫ് എം യൂണിയൻ പി 20. ഇനി 12 ടീച്ച് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എൻ ഓഫ് എം എന്ന് പറയുന്നത് 12 ആണ്, എൻ ഓഫ് പി എന്ന് പറയുന്നത് 12 ആണ്. ഇനി കാണേണ്ടത് എൻ ഓഫ് ബോത്ത് ദ സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി ആണ് കാണേണ്ടത്. നമുക്കറിയാം എൻ ഓഫ് എം യൂണിയൻ പി ഈക്വൽ ടു എൻ ഓഫ് എം പ്ലസ് എൻ ഓഫ് പി മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 ഈക്വൽ ടു 12 പ്ലസ് 12 മൈനസ് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി. അതിന് എൻ ഓഫ് എം ഇന്റർസെക്ഷൻ പി ഈക്വൽ ടു 4. അടുത്തത് ഇംപ്രൂവ്മെന്റ് 2015 ക്വസ്റ്റ്യൻ ആണ്. A equal to set of all x such that x is a prime number and x less than or equal to 6. 6ൽ താഴെയുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2, 3, 5. Represent A in roster form. അതായത് A equal to set 2, 3, 5. അടുത്ത ക്വസ്റ്റ്യൻ. Write the power set of A. എയിലെ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് എഴുതണം. എന്ന് പറയുമ്പോൾ 2⁻³ സബ്സെറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് സബ്സെറ്റ് ഏത് എഴുതുക? 5. സെക്കൻഡ് സബ്സെറ്റ് അതേ സെറ്റ് തന്നെ എഴുതുക എ. പിന്നെയുള്ളത് ഓരോ എലമെന്റ് സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 5. ഇനി രണ്ട് എലമെന്റ് സെറ്റ് 2, 3, സെറ്റ് 3, 5, സെറ്റ് 2, 5. ഇത്രയാണ് പവർ സെറ്റിൽ വരുന്ന എലമെന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് 25 മെമ്പേഴ്സ് ഇൻ ആൻ ഓഫീസ് 17 like to take tea, 16 like to take coffee. Assume that each takes at least one of the two drinks. How many like both coffee and tea? Only tea but not coffee. ഇതിൽ രണ്ട് ടൈപ്പ് ആണുള്ളത്. മെമ്പേഴ്സ് ലൈക്ക് ടു ടേക്ക് ടീ, മെമ്പേഴ്സ് ലൈക്ക് ടു ടേക്ക് കോഫി. അപ്പോൾ എയും ബിയും ആയിട്ട് എടുക്കുക. എയിലെ എലമെന്റ്സിന്റെ എണ്ണം 17, ബിയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം 16. ഇനി ആകെയുള്ളത് 25 ആണ്. അപ്പോൾ നമുക്ക് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു 25 എന്ന് എടുത്താൽ മതി. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി 25, എൻ ഓഫ് എ 17, എൻ ഓഫ് ബി 16. ഇനി ബോത്ത് കോഫി ആൻഡ് ടീ എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി അല്ലെങ്കിൽ ബി ഇന്റർസെക്ഷൻ എ. അതെങ്ങനെ കിട്ടും? എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഓൺലി ടീ ബട്ട് നോട്ട് കോഫി എന്നുള്ളത് എ ബട്ട് നോട്ട് ബി എന്ന് പറയുമ്പോൾ എ മൈനസ് ബി. അപ്പോൾ ടി എന്നുള്ളത് എ ആയിട്ട് എടുത്തു, കോഫി ബി എന്നെടുത്തു. അപ്പോൾ എൻ ഓഫ് എ 17, എൻ ഓഫ് ബി 16. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം നമുക്ക്. എൻ ഓഫ് എ യൂണിയൻ ബി 25 ആണ്. ഈ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 25 ഈക്വൽ ടു 17 പ്ലസ് 16 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദാറ്റ് ഈസ് 25 ഈക്വൽ ടു 33 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ദെർഫോർ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 8. അടുത്തത് ടീ ബട്ട് നോട്ട് കോഫി എന്നാണുള്ളത്. അപ്പോൾ എൻ ഓഫ് എ ബട്ട് നോട്ട് ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 17 മൈനസ് 8. കോമൺ എലമെന്റ് 8 ആണുള്ളത്. എൻ ഓഫ് എ എന്ന് പറയുന്നത് 17 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 8 ഈക്വൽ ടു 9.